കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവും കാരണം ദുരിതം അനുഭവിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിലെ ജനങ്ങൾ. കഴിഞ്ഞ 100 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വരൾച്ചയിലൂടെയാണ് നമീബിയ കടന്നുപോകുന്നത്. വെള്ളവും കൃഷിയും ഭക്ഷണവുമില്ലാതെ നരകിക്കുന്ന ജനങ്ങൾക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾ നൽകാനാവാതെ വിഷമിക്കുകയാണ് നമീബിയൻ സർക്കാർ. ഇത് പരിഹരിക്കുന്നതിനായി സർക്കാർ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ജനങ്ങളുടെ വിശപ്പകറ്റുന്നതിനായി വന്യമൃഗങ്ങളെ കൊന്ന് അവയുടെ മാംസം വിതരണം ചെയ്യാനൊരുങ്ങുകയാണ് നമീബിയൻ സർക്കാർ. ആന, ഹിപ്പോപ്പൊട്ടാമസ്, സീബ്ര തുടങ്ങിയ 700ഓളം വന്യമൃഗങ്ങളെ കൊല്ലാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 83 ആനകൾ, 30 ഹിപ്പോപ്പൊട്ടാമസുകൾ, 60 പോത്തുകൾ, 50 ഇംപാല, 100 ബ്ലൂ വൈൽഡ് ബീസ്റ്റ്, 300 സീബ്രകൾ എന്നിവയാണ് കശാപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമീബിയൻ വനപരിസ്ഥിതി വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ദേശീയോദ്യാനങ്ങളിൽ നിന്നും കമ്മ്യൂണൽ ഏരിയകളിൽ നിന്നുമായിരിക്കും ഇതിനായുള്ള മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പ്രൊഫഷണൽ വേട്ടക്കാരായിരിക്കും മൃഗങ്ങളെ കൊല്ലുക. കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവുമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചെന്നും സർക്കാർ ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. വരൾച്ച കടുത്തതോടെ നമീബിയൻ സർക്കാർ മെയ് മാസത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. 1.4 മില്യൺ ജനങ്ങൾ വരൾച്ചയുടെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും സർക്കാർ പറയുന്നു. ചെറിയ തോതിലെങ്കിലും ഭക്ഷണവും വെള്ളവും ലഭ്യമാകുന്നിടങ്ങളിൽ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഏറ്റുമുട്ടലിനുള്ള സാധ്യത ഉണ്ടാകും. അത് മനുഷ്യജീവന് ആപത്താണ്. മാത്രമല്ല, പ്രകൃതിയിൽ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ നിലനിർത്തുന്നതിനായി മൃഗങ്ങളുടെ എണ്ണത്തിൽ ക്രമം കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണെന്ന് സർക്കാർ പറയുന്നു. അല്ലെങ്കിൽ ഭക്ഷണത്തിനായി അവയും തമ്മിൽ തല്ലിച്ചാകുന്ന സ്ഥിതിയാകും. ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനും കൂടി വേണ്ടിയാണ് അവയെ കശാപ്പ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ മേഖല ആനകൾ വളരെയധികമുള്ള പ്രദേശമാണ്. 2 ലക്ഷത്തിലധികം ആനകളാണ് ഇവിടെയുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജലസ്രോതസ്സുകൾ വറ്റി വരണതോടെ കഴിഞ്ഞ കൊല്ലം മാത്രം ഇവിടെ 100 കണക്കിന് ആനകൾ ചത്തതായി അനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവയെ കൊന്ന് മനുഷ്യന് ഭക്ഷണമായി നൽകുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായമാണ് നമീബിയൻ സർക്കാരിന്. 150ലധികം മൃഗങ്ങളെ ഇതിനകം കൊന്നതായും അവയുടെ മാംസം ജനങ്ങൾക്ക് വിതരണം ചെയ്തതായും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. രാജ്യം ഭക്ഷ്യക്ഷാമം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊരു ദൗത്യത്തിലൂടെ ചെറിയ തോതിലെങ്കിലും അയവ് വരുത്താൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വനം പരിസ്ഥിതി വിനോദസഞ്ചാര മന്ത്രാലയം പറയുന്നു. എന്നാൽ വന്യമൃഗങ്ങളെ ഇത്തരത്തിൽ കൂട്ടത്തോടെ കശാപ്പ് ചെയ്യുന്നതിനെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി വന്യമൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണെന്നും അത് ലോകത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും മൃഗസംരക്ഷകരും പരിസ്ഥിതിവാദികളും പറയുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.